സർപ്രൈസ് ആണ്. നീലേശ്വരം സ്റ്റേഷനിലാണ്. ഇനി 11:59 ട്രെയിൻ. ഗായ്സ് നമുക്ക് 3 വലിയ ബാഗും പിന്നെ ഒരു കുഞ്ഞ് സ്നാക്സിലൂടെ ഒരു ബാഗും. ഇനി ഇത് പൊതിച്ചോറാണ്. ഇത്രയും ഒന്ന് കൊണ്ടുവേണ്ടത് കുറച്ചധികം തന്നെ ലഗേജ് ഉണ്ട് കേട്ടോ. ഇതിൽ മറ്റേ പൊതിച്ചോറിന് കൈവറവ്, പിന്നെ സോയാബീൻ, അച്ചാറ്, സാമ്പാർ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഗായ്സ് അതാ വരുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഉണ്ടോ കുറേ ഈ നിൽക്കുന്ന ആളുകളെല്ലാം ഇതിന് പോകേണ്ടവരാ. അത് കണ്ടോ ആളുകളൊക്കെ എണീച്ച് നിൽക്കുന്നു. ഇല്ല മംഗലാപുരത്താനായി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡ് വരുന്നു. കുറച്ചാളായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാവരും കാസർഗോഡ് കഴിഞ്ഞു. നമ്മളുള്ളത് മംഗലാപുരം സെൻറ്ററിലാണ്. ഇവിടെ നിന്ന് നമുക്ക് 2:20 അടുത്ത ട്രെയിൻ. ആ ട്രെയിൻ വന്നാലും നമുക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ. ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത് കേട്ടോ. നമ്മൾ പോകേണ്ട ട്രെയിൻ വന്നിട്ടില്ല. പ്ലാറ്റ്ഫോം 2 ഇപ്പം നമ്മളുള്ള ഫുഡ് കഴിച്ചു. കഴിച്ചു 2:20 വെയിറ്റ് ചെയ്യണം. നമ്മളത് ട്രെയിൻ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടു റെഡ് ട്രെയിൻ. ആ ട്രെയിനാണ്. എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? ഉറക്കം വന്നിട്ട് സ്ഥലം കണ്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. പുറത്ത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടുന്നെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നമുക്കത് പോകണം കേട്ടോ. ഓട്ടോറിക്ഷക്കാരാട്ടോ. ഗൈസ് വാതിലെല്ലാം ഉണ്ട്. മൂകാംബിക ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. സീറ്റ് ഫുള്ളുണ്ട് കേട്ടോ. മൂകാംബിക എത്തിയിട്ടാ. ഇപ്പോൾ നമ്മളെ ബൈന്ദൂർ മൂകാംബിക ഒരാളല്ല ബസ്സിലല്ല ബസ്സിൽ 5:45 ഈ വണ്ടി എടുക്കല്. സമയം 5:22. കുറച്ചൊന്നും ഇരിക്കണം. ചപ്പൽ ഷോ മൂകാംബിക ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിലേ ഇവിടെ ഇറങ്ങി നമ്മളെ താന്ത്രിക് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജാണ് പറഞ്ഞിട്ടുള്ളത്. ആ ലോഡ്ജ് തപ്പി നടക്കുന്നത് ഗസ്റ്റ് ഹൗസാണ് കേട്ടോ. അത് തപ്പിയിട്ട് നടക്കുന്നത്. അതാണ് പറഞ്ഞത്. വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞത് സ്ഥലമാണ് കേട്ടോ. അത് തപ്പിയിട്ട് നടക്കുന്നത് കേട്ടോ ടൗണിലൂടെ. കിട്ടിയിട്ടുണ്ട്. റൂം ഉണ്ടോ ചോദിക്കണം. റൂം ഉണ്ടാവുമോ എന്നറിയില്ല.
ഇതൊരു ഇല്ലം പോലത്തെ സ്ഥലമാണ് ഗൈസ്. നടക്കുക റൂം ഉണ്ടോ ചോദിച്ചിട്ട് കാണണ്ട. 3 bed 4 bed 3 bed 3 bed 4 bed 3 കാണത്തില്ല. rent 2500 4 bed 2000 രൂപ 3 bed. ഏത് റൂമേ നാൻ എസിയാക്കി പോകും. നല്ല റൂം ഇവിടെ ഓക്കെ അല്ല സംഭവം. ഇവിടെ 12 മണി വരെ പറ്റില്ല, നമുക്ക് വൈകുന്നേരം വരെ വേണം സമയം. വൈകുന്നേരം നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് റൂം കിട്ടി അടിക റെസിഡൻസി. അമ്മ അടിക റെസിഡൻസി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത്. കാണിച്ചു തരാം കേട്ടോ, റൂം കാണിച്ചു തരാം. 3 ബെഡ് ഉണ്ട് കേട്ടോ. സോപ്പ് ഉണ്ട് കേട്ടോ, സോപ്പ് ഉണ്ട്, 3 സോപ്പ് ഉണ്ട്. നോക്കട്ടെ കാണാനും. അമ്മ ഇത് തുറക്കാൻ പറ്റുമോ? അമ്മ തുറക്കാൻ പറ്റും ഗൈസ്, തുറക്കാൻ പറ്റും. കുറച്ച് AC ഗൈസ്, AC ഉണ്ട് കേട്ടോ. മനസ്സിലായി. ഇത് നമ്മുടെ ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഷെൽഫെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് 4 ഹാങ്ങർ ഉണ്ട്, തൂക്കേണ്ട സാധനമുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കണ്ണാടി ഉണ്ട് ഗൈസ്. എല്ലാവരും കുളിക്കുന്ന തിരക്കിലാണ്, കുളിച്ചിട്ടാണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ, മൂകാംബികയിലേക്ക്. എല്ലാവരും റെഡി ആയിട്ടോ. ഫുഡ് കഴിക്കാൻ പോയിട്ടാകുമ്പോൾ കാണാം. ഇത് നമ്മൾ റൂം നമ്പർ 113, ഇവിടെ 112. സ്ഥാവുന്നുണ്ട് കൈ, സ്ഥാവ്. അച്ഛാ വീടച്ഛാ. പനീർ ബട്ടർ മസാല, ചപ്പാത്തി, മസാല ദോശ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ കാപ്പിയും സ്പ്രൈറ്റിലും മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറക്കാതെ കേട്ടോ. അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കും. ഞാൻ ബാക്ക് പുറത്തുനിന്ന് ചെറുങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു. ഇത് അവിടെ ഇല്ല, ഒരാൾ നമുക്ക് തന്നതാണ് പൂച്ച തേങ്ങ. നമുക്ക് റൂമിൽ പോയിട്ട് ഉറങ്ങണം. നാളെ രാവിലെ എണീക്കണം. 5 മണിക്ക് അടുത്ത് എത്തണം. 5:30 പൂജ കേട്ടോ. പിന്നെ റൂമിലേക്ക് പോകണം. പിന്നെ ഉറങ്ങണം. ഇപ്പോൾ 9:20. ഇപ്പോഴേ ഉറങ്ങാനൊന്നുമില്ല. പക്ഷെ നമ്മൾ 4 മണിക്ക് എണീക്കണം. 5 മണിക്ക് അവിടെ പോകണം. 5 എല്ലാവർക്കും റെഡി ആകാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വേണ്ടി വരും. അപ്പം നമുക്ക് ഉറങ്ങാം. 4 മണിക്ക് എണീക്കണം. 6 മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഈ ഡേ 1 വ്ളോഗ് ഉണ്ടാവില്ല, ബാക്കിയുള്ള വ്ളോഗ് ഡേ 2 ഓക്കെ. 3 അതിനപ്പുറത്തെ അല്ല മോളത്തെ ചിക്കൂനെ പിടിച്ചോക്ക്. അത് ഓഫാക്ക്. ഇത് എഴുതിപ്പത്തെ